ഈ 4 സൈക്കിൾ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ സ്ട്രെസ്സിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് അത് ഹൈലി ഇൻറ്റൻസീവ് ആകും. ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സ് പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഏത് രീതിയിൽ കോപ്പിംഗ് മാനേജ്മെൻറ്റ് സ്റ്റേജ് വന്നാലും ദേ ആർ അൺഎബിൾ ടു ഡു ഇറ്റ്. നെർവസ് സിസ്റ്റം അൺകൺട്രോൾഡ് ആവുകയും അത് മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ശരീരത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. വെൽക്കം ബാക്ക് ടു ജിനു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ്. ഫോർത്ത് ഈസ് ആക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫിസിക്കലി ആക്ഷൻസ് ആദ്യം പറഞ്ഞതുപോലെ ഉണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ചിലപ്പോൾ ഓടി രക്ഷപ്പെടും. ഈ പ്രശ്നം എനിക്ക് മാനേജബിൾ അല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യും. ചിലർ എസ്കേപ്പ് ചെയ്യും, ചില ആളുകളാണെങ്കിൽ റിയാക്റ്റ് ചെയ്യാം, ഓവർ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും. കോപ്പിംഗ് ആയിട്ട് അവർ മാനേജ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പിടിക്കാം, നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പല രീതിയിൽ ഇത് കോപ്പിംഗ് മാനേജ്മെൻറ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോകാം. പക്ഷെ അവിടെയും നമുക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നമ്മുടെ മനസ്സ് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു തോട്ട് ഉണ്ടാകും, ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സ് പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഏത് രീതിയിൽ കോപ്പിംഗ് മാനേജ്മെൻറ്റ് സ്റ്റേജ് വന്നാലും ദേ ആർ അൺഎബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ഈ 4 സൈക്കിൾ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ സ്ട്രെസ്സിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് അത് ഹൈലി ഇൻറ്റൻസീവ് ആകും. അപ്പോൾ അൺമാനേജബിളായി തുടങ്ങും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഇറ്റ് ഡസൻ ഹാപ്പൻ ഇൻ എ ഡേ. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കത്തില്ല. ഒരു എപ്പിസോഡ് ഇങ്ങനെ വന്നെങ്കിൽ തുടർച്ചയായിട്ട് ഇതിനോട് സംബന്ധിച്ചിട്ടുള്ള എപ്പിസോഡുകൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സ് പഠിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയായിരിക്കും. ഞാൻ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹ്യൂമൻ മൈൻഡ്. മൈൻഡ് എന്ന് ബ്രെയിൻ ഇൻ ആക്ഷൻ ഈസ് കോൾഡ് മൈൻഡ്. അപ്പോൾ ബ്രെയിനിലേക്ക് വരുന്ന ചിന്തകൾ ഞാൻ ആദ്യം പറഞ്ഞു പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇമോഷൻസ് വരാൻ തുടങ്ങി, സങ്കടം, ദേഷ്യം, ഭയം. അപ്പോൾ മനസ്സ് എടുക്കുന്ന ഇമോഷൻസൊക്കെ നമ്മുടെ ശരീരത്തിനെ ഓട്ടോണമസ്ലി പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആക്ഷൻസ് അങ്ങനെ ആകാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഈ 4ാമത്തെ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു സ്റ്റേജ് കൂടിയുണ്ട്, അത് നമുക്ക് വിശദീകരിക്കാം. കോൺസിക്വൻസസ്. നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, അപ്പോൾ ഇതിനൊരു കോൺസിക്വൻസ് ഉണ്ടാകാം. ആ കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് അൺമാനേജബിൾ സിറ്റുവേഷൻസിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ പല തരത്തിൽ കോപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും സ്ട്രാറ്റജീസും അതിനെ മാനേജ് ചെയ്യാനുള്ള പല തരത്തിലുള്ള ടെക്നിക്കൽ പരീക്ഷിച്ച് നോക്കി. എന്നിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എസ്കേപ്പ് അടിക്കാൻ തുടങ്ങി, എന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 2 തരം നെർവസ് സിസ്റ്റംസ് ഉണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. അതിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ സ്ട്രെസ് ഹോർമോൺസിനെയും ഉൽപ്പാദിപ്പിക്കുക, അത് നമ്മുടെ പതുക്കെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് തരിക എന്നുള്ളതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ് ഉണ്ടായ സമയത്ത് നമുക്ക് സ്ട്രെസ്സിനോട് ബന്ധപ്പെട്ട ഹോർമോൺസ്, അഡ്രിനാലിൻ പ്രൊഡക്ഷൻ കൊണ്ടോ ഈ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻസ്, ഇതെല്ലാം ഹോർമോൺസാണ്. ഇതിനെ കെമിക്കൽസ് എന്ന് പറയും. ഇത് നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കും അങ്ങനെ പമ്പ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ദേഷ്യം വരിക, സങ്കടം വരിക, പല ഇമോഷൻസ് കയറി വരിക. അപ്പോൾ നമ്മുടെ ഹോർമോൺ ഇംബാലൻസിങ് നമ്മൾ സ്ട്രെസ് കൊണ്ട് തന്നെ മനസ്സ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അൺകൺട്രോൾഡ് ആവുകയും അത് മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ശരീരത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഫിസിക്കൽ കണ്ടീഷനിൽ നമുക്ക് മയാൽജിയ, അതെന്ന് വെച്ചാൽ ബോഡി പെയിൻ, കഴുത്തിന് വേദന, തലവേദന, വയറുവേദന തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും സ്ട്രെസ്സിനോട് അസോസിയേറ്റ് ചെയ്ത് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അത് ഞാൻ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ വിശദീകരിച്ച് തന്നെ എളുപ്പമായിരിക്കും. ഞാനത് എപ്പിസോഡിൽ എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾ ഈ എപ്പിസോഡിൽ കൃത്യമായിട്ട് കണ്ടാൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. താങ്ക് യു.